ഹായ് ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു ഇഷാസ് കിച്ചൺ ലോഗ്. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ നല്ലൊരു റെസിപ്പി കാണിക്കുന്നുണ്ട്, പിടിയും കോഴിയും. അപ്പോൾ വറുത്തരച്ച നല്ല നാടൻ കോഴിക്കറിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നായിട്ട് ചെറിയൊരു അൺബോക്സിങ് വീഡിയോ കാണിക്കുന്നുണ്ട്. ഇത് നമ്മൾ മോൾക്ക് വേണ്ടിയിട്ട് മീഷോന്ന് പർച്ചേസ് ചെയ്തൊരു ലഞ്ച് ബോക്സാണ്. അപ്പോൾ ഇത് മോളെ കൊണ്ട് തന്നെയാണ് നമ്മളിത് അൺബോക്സ് ചെയ്യിപ്പിക്കുന്നത്. സർപ്രൈസ് ആയിട്ടാണ് നമ്മളിത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ആൾ നല്ല ഹാപ്പി ഉണ്ടായിരുന്നു. അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല അഫോർഡബിൾ റേറ്റിലാണ് നമ്മളിത് പർച്ചേസ് ചെയ്തത്. ഈ രണ്ട് സംഭവങ്ങളാട്ടോ അവൾക്ക് ഏറ്റവും ഇഷ്ടമായത്, നൂഡിൽസ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പിടിയും കോഴിയാണ്. അപ്പോൾ പിടിക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ പൊടി വാട്ടിയെടുക്കുന്നുണ്ട്. സാധാരണ പത്തിരിക്ക് തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ പിടിക്കും വേണ്ടിയിട്ട് പൊടി വാട്ടുന്നത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിൽ തേങ്ങ ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ അതുപോലെ ജീരകം കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് വാട്ടിയെടുത്ത് കുഴച്ചെടുക്കാം. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുക്കണം. ഏകദേശം ഈ ഒരു വലുപ്പം മതി. ഞാനതിൽ ജീരകം മാത്രമായിട്ടാണ് ചേർത്തിട്ടുള്ളത്, തേങ്ങ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിത് രണ്ടാം പാലിൽ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഈ ഒരു തേങ്ങാപ്പാൽ നന്നായിട്ട് കുക്കായിട്ട് വരണം. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കാം. നന്നായിട്ട് ഇതൊന്ന് കുറുകി വരണം. ഏകദേശം ഈ ഒരു പാകത്തിന് ഇത് തിക്കായിട്ട് വരണം. ഏകദേശം ഈ ഒരു പാകത്തിന് മതിയാകും. ഇനി ഇത് ചൂടാറും തോറും നന്നായിട്ട് കുറുകി വരും. ഇനി നമുക്ക് ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് 3 സവാള ഇതുപോലെ നൈസായിട്ട് എരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിത് പെട്ടെന്നൊന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാടിക്കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇതുപോലെ റോസ്റ്റാക്കി എടുക്കാം. അതൊന്ന് റോസ്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്താൽ നല്ലൊരു സ്മെല്ലാട്ടോ നമ്മുടെ ഈ ഒരു റോസ്റ്റിന്. ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വാട്ടി കൊടുക്കണം. അടുത്തതായിട്ട് മസാലപ്പൊടികൾ ചേർക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ ആ ഒരു പച്ച മണം മാറുന്നത് വരെ ഇതുപോലെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മസാലപ്പൊടികളൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചും രുചിക്കനുസരിച്ചൊക്കെ മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ചിക്കൻ ചേർത്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വേണ്ടത് ചെയ്യാനായിട്ട്. എല്ലാ ഭാഗത്തേക്കും ചിക്കൻ്റെ ആ ഒരു മസാല നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് വരെ നമുക്കിതൊരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇത് ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ച് വേവിച്ച് വെക്കാം. ആ ഒരു ടൈമിൽ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. നമ്മൾ വീട്ടിൽ ഇവിടെ തേങ്ങ വറുത്തിട്ട് ഇതുപോലെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അതാണ് നമ്മൾ കറിക്ക് ഉപയോഗിക്കാറുള്ളത്. ഇനി ഇത് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി കുക്കായി വന്ന ചിക്കനിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ചേർത്താൽ പിന്നെ നമ്മുടെ കറി ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പിടിയും കോഴിയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്.
അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.